പള്ളാത്തുരുത്തി നിങ്ങൾക്കറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള ബോട്ട് ക്ലബ്ബാണ്. അരുൺ രാജ്, നമ്മളൊക്കെ നെഹ്റു ബോട്ട് റേസിൻ്റെ ആവേശത്തിലാണ്. 28-ാം തീയതി നമ്മൾ നടത്താൻ പോകുന്ന മാമാങ്കത്തിൻ്റെ റിഹേഴ്സലൊക്കെ നമ്മളിവിടെ സ്റ്റുഡിയോയ്ക്കുള്ളിൽ തുടങ്ങിക്കഴിഞ്ഞു. പറയൂ അരുൺ രാജ്, ഗുഡ് മോർണിംഗ്. SKN തീർച്ചയായും പള്ളത്തുരുത്തിയും വലിയ ആവേശത്തിൽ തന്നെയാണ്. കാരണം ഇത്തവണ റെക്കോർഡ് നേട്ടം, അത് റെക്കോർഡ് സ്വന്തം പേരിലാക്കുക എന്നുള്ളതാണ് പള്ളത്തുരുത്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് പള്ളത്തുരുത്തി നടത്തുന്നത്. ഇപ്പോൾ ഈ പള്ളത്തുരുത്തിയുടെ ഗജരാജാക്കന്മാർ, അത് ജലരാജാക്കന്മാർ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പരിശീലനം അടക്കം നടത്തി ഇതിന്റെ ഒരു കാര്യങ്ങളിലേക്ക് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ 4 തവണയും തുടർച്ചയായി ഈ വിജയം കൈവരിക്കാൻ കഴിഞ്ഞതിന്റെ നേട്ടത്തിലാണ് പള്ളത്തുരുത്തി ഇറങ്ങുന്നത്. ഇത്തവണ കരിച്ചൽ ചുണ്ടലിൽ ഇറങ്ങുമ്പോൾ അത് 5ാം തവണ കൂടി വിജയം നേടിക്കൊണ്ട് ഒരു റെക്കോർഡ് അത് നേടുക എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ക്യാമ്പടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വള്ളത്തിലാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ട്രയൽ അപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇതിലേക്ക് അവർ എത്തുകയും ചെയ്യും. എന്തായാലും ഓളപ്പരപ്പുകളെ കീറിമുറിച്ചുകൊണ്ട് ജലമാമാങ്കം നടക്കുമ്പോൾ, പുന്നമടയിൽ നടക്കുമ്പോൾ, നെഹ്റു ട്രോഫി നടക്കുമ്പോൾ അതിൽ ഇത്തവണ വിജയം അതിന് കുറഞ്ഞൊന്നും പള്ളാത്തുരുത്തിയെ സംബന്ധിച്ച് ഇത്തവണ പ്രതീക്ഷിക്കുന്നില്ല. അതുതന്നെയാണ് അവരുടെ ലക്ഷ്യം. നമ്മൾ നേരത്തെ അവരുമായി സംസാരിച്ചിരുന്നു. ഇപ്പോൾ അതിന്റെ തയ്യാറെടുപ്പിലാണ് അവർ. അല്പസമയത്തിനകം തന്നെ ഈ വള്ളത്തിലേക്ക് അവർ എത്തുകയും ചെയ്യും. ഈ വള്ളത്തിലാണ് അവർ ഈ പരിശീലനമടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. എന്തായാലും ഒരുക്കങ്ങൾ, അതിന്റെ പ്രവർത്തനങ്ങൾ അടക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലിയ ആവേശം ആലപ്പുഴയെ സംബന്ധിച്ച് ഈ ഘട്ടത്തിലുണ്ട്. നമുക്ക് ഇത്തവണ ഒരു ജലമാമാങ്കം നടക്കുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയിലാണ് പള്ളാത്തുരുത്തി? പള്ളാത്തുരുത്തി ബോർഡുകൾ ഈ വർഷവും വിജയിച്ചിരിക്കും. 100% ഉറപ്പാണ്. റെക്കോർഡാണ് തീർച്ചയായിട്ടും. ഞങ്ങളുടെ 5ാമത്തെ വർഷമാണ് തുടർച്ചയായിട്ട് ഞങ്ങൾ അടിച്ചിരിക്കും. ശക്തമായ ഒരാളെ ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആരും പേടിയില്ല. ഞങ്ങൾക്ക് നല്ല ട്രെയിനിങ് ആയിട്ടിരിക്കുന്നു. ഞങ്ങൾ ട്രെയിനിങ് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങൾ അടിച്ചിരിക്കും. ഞാനിവിടെ വന്ന സമയത്ത് പലരും പറഞ്ഞിട്ട് ഇത്തവണ എന്തായാലും പള്ളാത്തുരുത്തി ഒന്ന് മലർത്തിയടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത്തവണ നടക്കുമോ? ഇല്ല, ഞങ്ങളുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അതാണ്. ഞങ്ങളെ ഒരിക്കലും തകർക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ഒത്തൊരുമ അതാണ്. ഞങ്ങൾക്കതിന് നേതൃത്വം നൽകാനായിട്ട് നല്ല ലീഡിംഗ് ക്യാപ്റ്റനും നല്ല കോച്ചറും ഉള്ളതുകൊണ്ട് ഞങ്ങൾ പള്ളാത്തുരുത്തിയോട് അടിച്ചിരിക്കും. 28-ാം തീയതി പുതിയ ചരിത്രം കുറിച്ചിരിക്കും. ഞങ്ങൾ ഉറപ്പാണ്, സംശയമില്ല. ഉറപ്പാണ്. ഞങ്ങൾ ഇപ്പൊ ജയിച്ചിരിക്കുക, ഇതും ജയിച്ചിരിക്കും. ഞങ്ങൾ ഒരു തർക്കവും ഇല്ല. കുട്ടനാട് അടിച്ചു, പായപ്പ അടിച്ചു. പിന്നെ ആ ടീമെല്ലാം കളിക്കാൻ പറ്റില്ല, പിന്നെ വിഷയമില്ല. അത് ഞങ്ങളുടെ വളതല്ല, വേറെ വളം അടിച്ചിട്ടുണ്ട്. എന്താണ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണ വിജയത്തിൽ കുറഞ്ഞൊന്നും പള്ളത്തുരുത്തിയെ സംബന്ധിച്ചവർ ലക്ഷ്യം വെക്കുന്നില്ല. എന്തായാലും 28-ന് നെഹ്റു ട്രോഫിയിൽ ഈ വെള്ളിക്കിരീടത്തിൽ മുത്തമിടും എന്നുള്ളതാണ് നിലവിൽ പള്ളത്തുരുത്തി തന്നെ അവകാശപ്പെടുന്നത്. എന്തായാലും 28-ാം തീയതിയിലേക്ക് അധികം ദിവസങ്ങളില്ല. അവരുടെ വാദങ്ങൾക്ക് എത്രത്തോളം നമുക്ക് ഇനി അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കിടക്കുമ്പോൾ എത്രത്തോളം ദിവസങ്ങൾ, മണിക്കൂറുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഓക്കെ, അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്.